ഹായ് എവ്രി വൺ. ഇന്ന് ഞാൻ പോകുന്നത് ഈ ചേച്ചിയുടെ വീട്ടിലേക്കാണ്. ഇതെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയാണ്. വിജില എന്നാണ് പേര്. ഇവർ ഫാമിലിയായിട്ട് താമസിക്കുന്നത് ഫഹേൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു ചെറിയ ഫാമിലിയാണ് ഇവരുടേത്. കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ചേച്ചിയുടെ വീട് വരെ ഒന്ന് പോകണമെന്ന്. പക്ഷേ ഡ്യൂട്ടിയും തിരക്കും കാരണം എനിക്ക് അതിന് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്ന് പിന്നെ ഹാഫ് ഡേ ആണ്, ഉച്ചവരെ നമുക്ക് ഡ്യൂട്ടി ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താലോ എന്ന്. എനിക്കിവിടെ വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവരെല്ലാവരും എന്നെ ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ് കാണുന്നത്. സ്വന്തം കുടുംബത്തെ പിരിഞ്ഞ് പ്രവാസിയായിരിക്കുന്ന എല്ലാ പ്രവാസികൾക്കും ഇതുപോലുള്ള സുഹൃത്ത് ബന്ധങ്ങളാണ് ഏക ആശ്വാസം. അങ്ങനെ ഞാൻ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത് അവരുടെ 2 മക്കളാണ്. അപ്പോൾ ഇന്ന് ചേച്ചിയുടെ ഹസ്ബൻഡ് ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. കൂടെ പപ്പടമുണ്ട്, സാലഡ് ഉണ്ട്, പിന്നെ കടുമാങ്ങ അച്ചാറുണ്ട്. ഇതിവിടെ കിട്ടുന്ന ഒരു ലീഫാണ്. പിന്നെ നല്ല മുളക് ചമ്മന്തി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് ഞാൻ കഴിക്കാനിരിക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം റെഡിയായി, കുട്ടികളെല്ലാം റെഡിയായി. ഇപ്പം ഞങ്ങൾ പോകാൻ പോകുന്നത് കുവൈറ്റ് മാജിക്കിലേക്കാണ്. അപ്പോൾ ഈ കുട്ടികൾക്കും എൻജോയ് ചെയ്യാമല്ലോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് കുവൈറ്റ് മാജിക്. കുവൈറ്റ് വിസിറ്റ് ചെയ്യുന്നവർ, എസ്പെഷ്യലി കിഡ്സൊക്കെ ഉള്ള ആൾക്കാർ മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യണം. ഇതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ്. ചേച്ചിയുടെ ഹസ്ബൻഡ് ട്രാൻസ്പോർട്ടേഷൻ സർവീസാണ് ചെയ്യുന്നത്. സ്റ്റാഫുകളെ എല്ലാം കൊണ്ടാക്കിയിട്ട് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നതാണ് പുള്ളിക്കാരൻ. അങ്ങനെ ഞങ്ങൾ കുവൈറ്റ് മാജിക്കിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ എൻട്രൻസിലോട്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചൂടൊക്കെ അത്യാവശ്യം കുറവുണ്ട്, നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ ഇതാണ് കുവൈറ്റ് മാജിക്കിൻ്റെ എൻട്രൻസ് ആയിട്ട് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു കവാടമാണ്. ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ നടന്നു വരികയായിരുന്നു. അപ്പോഴാണ് ഞങ്ങളൊരു സംഭവം കണ്ടത്. കുതിരസവാരിയാണ്. ഈ ബീച്ച് സൈഡിലൂടെ നമ്മളിങ്ങനെ സവാരിക്ക് കൊണ്ടുപോകുവർ. അതിന് ചെറിയൊരു ചാർജുണ്ട്. അതിനടുത്ത് തന്നെ ചെറിയ കുതിരയെ നമുക്ക് കാണാം. പിന്നെ ഒരു ബ്രൗൺ കളറിലുള്ളൊരു വലിയ കുതിരയുണ്ട്. പിന്നെ ഒരു ഒട്ടകവും നിൽപ്പുണ്ട് അവിടെ. ഈ ചെറിയ കുതിരയ്ക്ക് പോണി എന്നെന്താണ് പറയുന്നത്. ഇത് കുട്ടികൾക്ക് സഞ്ചരിക്കാനുള്ള കുതിരയാണ്. കുതിരയെ കാണാൻ നല്ല ക്യൂട്ടാണ്. ഞങ്ങൾ കുറേ നേരം ഇതിനെ നോക്കി നിൽക്കുകയായിരുന്നു. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു സീസൈഡുണ്ട്. സീസൈഡിൻ്റെ സൈഡിലായിട്ട് കുറേ ടേബിൾസും ബെഞ്ചസും ഒക്കെ ഇട്ട് ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇവർ ചെയ്തിട്ടിട്ടുണ്ട്. ഈവനിങ്സിലൊക്കെ വന്നിട്ട് ആൾക്കാർക്ക് ചിൽ ഔട്ട് ചെയ്യാനായിട്ടൊരു സ്പോട്ടാണിത്. ഈ സീസൈഡിനോട് ചേർന്ന് തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ തന്നെ കാണാം, ഒരുപാട് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കടൽ നല്ല തെളിഞ്ഞ് കിടക്കുകയാണ്. ഡിസംബറൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഇത് ക്ലിയർ ആയിട്ട് വരുമെന്നാണ് പറയുന്നത്. പിന്നെ ആ ദൂരെ കാണുന്ന ഷിപ്പില്ലേ, അത് മറ്റ് രാജ്യങ്ങളിലോട്ട് എണ്ണ കയറ്റുമതി ചെയ്യാനായിട്ടുള്ളൊരു ഷിപ്പാണ്. അതിനടുത്ത് തന്നെയായിട്ട് ഷിപ്പിൻ്റെ പോർട്ടുണ്ട്. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു പോണ്ടും ഒരു ഫൗണ്ടെയിനും ഞാൻ കണ്ടു. അതൊരാൾ നിന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ മറ്റൊരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. വൈകുന്നേര സമയങ്ങളിൽ ആൾക്കാരിവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുകയും എൻജോയ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്.
അങ്ങനെ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ കുവൈറ്റ് മാജിക്കിനുള്ളിലേക്ക് കയറി. ഇത് കുട്ടികളുടെ സെക്ഷനാണ്. ഇവിടെ ഓരോരോ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാർഡ് നമ്മൾ എടുക്കണം. ഇത് 5 KD-യുടെ ഒരു കാർഡാണ്. അപ്പോൾ 5 KD-യാണ് ഈ കാർഡിനകത്ത് വരുന്നത്. ഈ കാർഡ് നമുക്കിഷ്ടപ്പെട്ട ഗെയിമിൻ്റെ അടുത്ത് പോയി അതിൽ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഗെയിം കളിക്കാനായിട്ട് ഓപ്പണായി കിട്ടും. അങ്ങനെ ആ ഗെയിം കളിക്കാം. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതാണ് നല്ല ഗെയിമെന്ന്. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ കയറുന്ന മങ്കീസിനെ ഈ ബോൾ ഉപയോഗിച്ച് ഹിറ്റ് ചെയ്ത് താഴെ ഇടണം. ഇതാണ് ഇതിൻ്റെ ഗെയിം. ഇത് കളിച്ച് വിൻ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ഇതിൽ നിന്ന് കൂപ്പൺസ് കിട്ടും. ഇതാണ് കൂപ്പൺസ്. ഇനി ഞങ്ങൾ അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ്. ഇതൊരു റൈഡാണ്. ഇതിനകത്ത് കയറിയിരുന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെയുള്ള ഒരു റൈഡാണ്. ഈ കാർഡ് ഉപയോഗിച്ച് ഇവരിങ്ങനെ സ്വൈപ്പ് ചെയ്യാം. 2 കുട്ടികളുള്ളതുകൊണ്ട് 2 പ്രാവശ്യം ഇവർ സ്വൈപ്പ് ചെയ്തു. കുട്ടികൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയായതുകൊണ്ട് ഞങ്ങളും കൂടെ അതിനകത്ത് കയറി. നല്ല രസമുണ്ടായിരുന്നു. അതിനകത്ത് നല്ല സ്പീഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവൾക്ക് ഒത്തിരി കൂപ്പൺസ് കിട്ടി. ഈ കൂപ്പൺസ് എല്ലാം ആ കാണുന്ന കൗണ്ടറിൽ കൊണ്ട് കൊടുത്തതിന് ശേഷം അതിന് എത്ര കൗണ്ടിങ് ഉണ്ടോ അത് കൗണ്ട് ചെയ്തതിന് ശേഷം അവരതിനനുസരിച്ചുള്ളൊരു ടോയ് തരും. ഇതൊക്കെയാണ് ടോയ്സ്. ഈ കൂപ്പൺസ് എല്ലാം അവർ ഒരു മെഷീനകത്തിട്ട് കൗണ്ട് ചെയ്ത് നോക്കുകയാണ്. മൊത്തം 81 കൂപ്പൺസ് ഉണ്ട്. അപ്പോൾ അവൾക്ക് കിട്ടിയ ടോയ് ഇതാണ്. അപ്പോൾ അതിനടുത്തായിട്ട് തന്നെ സ്വീറ്റ് കോണും ജ്യൂസും ഒക്കെ വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് സ്വീറ്റ് കോൺ മേടിച്ചു. ഈ സ്വീറ്റ് കോണിനകത്ത് അവർ ചേർക്കുന്നത് പാല്, പിന്നെ നാരങ്ങ ഉണ്ടായിരുന്നു, പിന്നെ ഉപ്പ്, കുരുമുളക് ഇതൊക്കെ ചേർത്തിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കോൺ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ മോളിന് താഴെയായിട്ട് ഒരു ഭംഗിയുള്ളൊരു വാട്ടർഫാൾസും കൂടെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റൂഫിങ്ങൊക്കെ നല്ലൊരു സ്കൈ തീമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ചുറ്റും ഒരു ഫ്ലവേഴ്സും പിന്നെ ലീവ്സൊക്കെ വെച്ചിട്ട് നല്ലവണ്ണം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മാളിനുള്ളിൽ നിറയെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷോപ്പുകളാണ്. ഇവിടെ നമുക്ക് ജ്വല്ലറീസ്, ബാഗ്സ്, പിന്നെ ഡ്രസ്സസ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഈ സൈഡിലായിട്ട് ഭംഗിയുള്ളൊരു സ്ഥലം ഞാൻ കണ്ടു. അതൊരു കഫറ്റീരിയ ആണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഇവിടെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇതിൻ്റെ എക്സിറ്റിലോട്ട് ഞങ്ങൾ പോവുകയാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മുതിർന്നവർക്കും കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗെയിംസൊക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ചൂട് കൂടുതലുള്ള കൺട്രീസിൽ നമുക്ക് ഇങ്ങനെ ഒരു മിസ്റ്റ് സ്പ്രിംഗ്ലർ കാണാൻ സാധിക്കും. ഇത് നമുക്ക് ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അങ്ങനെ കുട്ടികൾ മറ്റൊരു റൈഡിൽ കയറി. ഒരു കങ്കാരുൻ്റെ സീസോ പോലുള്ളൊരു സംഭവമാണ്.
അങ്ങനെ റൈഡുകളിലെല്ലാം കയറി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കടലിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഇവിടുന്ന് ഞങ്ങൾ ചെറിയ ചെറിയ ശംഖുകളും പിന്നെ പലതരത്തിലുള്ള സ്റ്റോണുകളൊക്കെ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടി. അതെല്ലാം ഞങ്ങൾ കളക്ട് ചെയ്തിട്ട് ഒരു കവറിനകത്താക്കി ഞങ്ങൾ കൊണ്ടുപോയി. ഇവർക്ക് പ്രോജക്റ്റ് വർക്കിനൊക്കെ അത് യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ചെറിയൊരു വ്ളോഗ്. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക്